Hi guys, welcome back. Samsung Galaxy F55 5G. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു F55 5Gയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ്. കൂടുതൽ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഇതേപോലെ നല്ല നല്ല വീഡിയോ വരുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. സാംസങ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോണാണ് സാംസങ് ഗാലക്സി F55 5G. പൊതുവെ സാംസങ്ങിന്റെ ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോണായിട്ടാണ് സാംസങ് എഫ് സീരീസിനെ ഇറക്കിയേക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോൺ അല്ല, ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട്. എന്നാലും എഫ് സീരീസ് എന്നൊരു ഫോൺ എന്ന് പറയുമ്പോഴത്തേന് കൂടുതലും ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് സാംസങ്ങിന്റെ ഒരു കാറ്റഗറിയാണ്. ഫസ്റ്റിൽ ഞാൻ ഇതിന്റെ പ്രൈസ് തന്നെ പറയാം ഗൈസ്. 8GB 128, 12GB 256. 8GB 128ന് 27,000 രൂപയാണ്, 12GB 256ന് 33,000 രൂപ. ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് കുറച്ചും കൂടെ പ്രൈസ് പറയാം. അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഈ എഫ് സീരീസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാംസങ് ഗാലക്സിയുടെ ഒരു എഫ് സീരീസ് എടുക്കണമെങ്കിൽ വാല്യൂ ഫോർ മണി ആണോ? ഇതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ. ഫസ്റ്റില് നമുക്ക് ഡിസൈനിലോട്ട് തന്നെ തുടങ്ങാം. സെഗ്മെന്റിൽ ഞാൻ എഫ് സീരീസ് പൊതുവേ എനിക്ക് ഡിസൈൻ അത്ര ഇഷ്ടമല്ല. കാരണം വെറും പ്ലാസ്റ്റിക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഓൾഡ് മോഡലാണ്. ഇവരുടെ ഒരു ഡിസൈൻ എപ്പോഴും ഒരു ശോകമായിരിക്കും എഫ് സീരീസിന്റെ. ഇതിനകത്ത് ഇവര് കുറച്ച് ഡിസൈൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറ മൊഡ്യൂളിൽ നിന്നൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. മെയിൻ ഡിസൈൻ മാറ്റം വരുത്തിയേക്കുന്നത് ബാക്കിൽ ഇവര് വീഗൽ ലെതർ ആക്കിയിട്ടുണ്ട്. അതായത് ഒരു ലെതർ ഡിസൈൻ മാത്രമാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. പ്രത്യേകിച്ച് വലിയ മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ഒരു വീഗൻ ലെതർ ഡിസൈൻ കാണാൻ നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് സാംസങ് ഇവട്ടെ എഫ് സീരീസിൽ കൊണ്ടുവന്നേക്കുന്നത്. 7.8mm തിക്നെസ് ആണ്. തിക്നെസ് കുറഞ്ഞൊരു ഫോണാണ്. 185 ഗ്രാം വെയിറ്റ് ഉള്ളൂ. ഭയങ്കര ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. നമുക്ക് കണ്ട ഒരു മെറ്റാലിക് ലുക്കൊക്കെ വരുമെങ്കിലും ഫുൾ പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെയാണ്. വീഗൽ ലെതർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഹൈലൈറ്റിംഗ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് എഫ് സീരീസിൽ ഒരു വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ പ്രൊട്ടക്ഷന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഏത് ഗൊറില്ല ഗ്ലാസോ അങ്ങനെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രൊട്ടക്ഷന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം. കവറൊക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ. ആസ് യൂഷ്വൽ അവരൊരു വീഗൻ ലെതർ സെഗ്മെന്റ്, ഫസ്റ്റ് വീഗൻ ലെതർ ആ ഒരു രീതിയിൽ അവർ എഫ് സീരീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ടും ഡിസ്പ്ലേ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സാംസങ്ങിന്റെ ഡിസ്പ്ലേ എപ്പോഴും പൊളി തന്നെയായിരിക്കും. സൂപ്പർ അമോലെഡ് പാനലാണ് വെച്ചേക്കുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഫുള്ള് കിട്ടും. ഔട്ട്ഡോർ ഒന്നും വലിയ പ്രശ്നം വരാൻ ചാൻസ് കുറവാണ്. 6.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വെച്ചേക്കുന്നത്. ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് കൊടുക്കുന്ന തന്നെ അത്യാവശ്യം ടോപ്പ് ലെവൽ ഡിസ്പ്ലേ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ഫോണിന് കിട്ടുന്നത്. മെയിൻ ഒരു പ്രശ്നം അതല്ല ഗൈസ്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 27,000 രൂപയാണ് 8GB 128നും 12GBക്ക് 33,000 രൂപ. ഇതിൽ ലഭിക്കുന്ന പ്രൊസസർ, അതാണ് ഒരു മെയിൻ ഒരു ഇഷ്യൂ ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 1 അവരെന്തായാലും എക്സിനോസ് മാറ്റിയിട്ട് സ്നാപ്ഡ്രാഗണിലോട്ട് വന്നത് എന്തായാലും നല്ല കാര്യം. കാരണം ഈ എഫ് സീരീസ്, എം സീരീസ്, എ സീരീസ് ഒക്കെ അവന്മാരുടെ സ്വന്തം ഇൻഹൗസ് ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറക്കുന്നത്. വൻ തോൽവി ചിപ്സെറ്റ് ആണ് അത്. ഇത്രയും ഒരു ലോകോത്തര തോൽവിയുള്ള ഒരു ചിപ്സെറ്റ് വേറെ ഇല്ല. അപ്പം നമുക്ക് പെർഫോമൻസിൽ അവന്മാർ സ്നാപ്ഡ്രാഗൺ ആക്കിയിട്ടുണ്ട്. കൊണ്ടുവന്ന സ്നാപ്ഡ്രാഗണിന്റെ പ്രോസർ നിങ്ങൾക്കറിയാം, സ്നാപ്ഡ്രാഗൺ 7 Gen 1 ഓൾറെഡി കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഇപ്പൊ 27,000 രൂപയ്ക്ക് ഒരു ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്നുള്ള ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ പെർഫോമൻസിന് കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസും കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ച് പഴയ പ്രോസറാണ്. അതാണ് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തോന്നിയിട്ടുള്ളത്. ഇവർ ഈ പ്രോസസർ കാറ്റഗറി കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കുറച്ചൊരു 7+ Gen 2 അങ്ങനെ എന്തെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ച് അല്ലേ, ആ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്തിട്ട് കുറച്ചൊരു നല്ല പ്രോസസർ കൊടുക്കായിരുന്നു. ഗെയിമിങ്ങിനൊക്കെ കുറച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോസസർ കൊടുക്കായിരുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് 7 Gen 1 ഒരു വാല്യൂ ഫോർ മണി ഫോണുകളാണ് അവർ കൂടുതൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്. 27,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 7+ Gen 3 ഒക്കെ കിട്ടുന്ന ഫോണുകളുണ്ട്. അത്യാവശ്യം നല്ല ഒരു 27-30 രൂപയ്ക്കൊക്കെ മോട്ടറോളയൊക്കെ കിട്ടും. അപ്പോൾ അത് വിട്ടിട്ട് നിങ്ങൾ സാംസങ് F55 5G ഒരു പെർഫോമൻസിന് വേണ്ടി നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് പെർഫോമൻസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്, ഒരു സാംസങ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എഫ് സീരീസ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആണ്. മെയിൻ ഒരു പ്രശ്നം അതാണ് ഗൈസ്. സോഫ്റ്റ്വെയർ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തരുന്നുണ്ട്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14ലാണ്, One UI 6.1ലാണ് ഈ ഫോൺ
വന്നേക്കുന്നത്. മെയിൻലി ആ ഒരു ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു പെർഫോമൻസ് പോയിന്റ് ഓഫ് വ്യൂ എല്ലാം ഓവറോൾ കൊള്ളാമെങ്കിലും എനിക്ക് പെർഫോമൻസ് കുറച്ച് ഡിസപ്പോയിന്റഡ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം കൊള്ളാം, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇവർ തന്ന പ്രോസസ്സർ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പവർ കുറഞ്ഞ പ്രോസസ്സറാണ്. ഒരു മിനിമം ഒരു പ്രൈസ് റേഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 7+ Gen 2 അല്ലെങ്കിൽ 7 Gen 3 7+ Gen 3 അല്ലെങ്കിൽ 7s Gen 2 അങ്ങനെ ഏതെങ്കിലും പ്രോസസർ കൊടുത്തിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. 7s Gen 2 കൊടുക്കാൻ പറ്റൂല, കാരണം 7s Gen 2 കുറച്ച് പവർ കുറഞ്ഞാണ്. 7+ Gen 2 7+ Gen 3 ഒക്കെ അത്യാവശ്യം നല്ല ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആയിട്ട് വന്നേനെ ഈ ഒരു ഫോൺ കാറ്റഗറി വരുമ്പോഴത്തേന്. നമുക്ക് ഒരു 27,000 രൂപയ്ക്ക് ഒരകത്തുള്ള ഒരു അണ്ടർ 27K ഒരു ഫോൺ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ഗെയിമർ ആണ്, നിങ്ങൾക്കൊരു പെർഫോമൻസ് മാത്രം കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ ഒരു കാരണവശാലും ഈ ഫോൺ എടുക്കല് ഡിസപ്പോയിന്റഡ് ആവും. കാരണം പബ്ജി ഒക്കെ നോർമൽ ആയിട്ട് ഇത് കളിക്കാൻ പറ്റൂ. 60 FPS സപ്പോർട്ടൊക്കെ ഉള്ളൂ, 90 FPS കാര്യങ്ങളോ ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പെർഫോമൻസിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഗൈസ് ക്യാമറ വന്നിട്ട് 50 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്, പിന്നെ 8 MB വൈഡ് ആംഗിളും 2 MB മാക്രോ ക്യാമറയും. അത് 50 MB മാത്രം കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ 8 MB 2 MB എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ക്വാളിറ്റി അറിയാമല്ലോ. 8 MB വൈഡ് ആംഗിൾ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി കുറവായിരിക്കും. ഇതിനകത്ത് പിന്നെ 4K വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ 50 MB ക്യാമറ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് 4K വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്. അതെന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് അത്യാവശ്യം കൊള്ളാം, രണ്ടിലും 4K കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ മെമ്മറി ഓപ്ഷൻസ് പറയുന്നത് 8GB 128 12GB 256 ആണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. നമുക്ക് 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മോ ഒരു മെമ്മറി കാർഡോ ഉപയോഗിക്കാൻ പറ്റും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ്. പിന്നെ നമ്മുടെ സാംസങ്ങിന്റെ തന്നെ ഈ പ്രീമിയം ഫോണുകളിൽ കാണുന്ന അത്യാവശ്യം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്. നോക്സ് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. Wi-Fi 6 ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്. USB 2.0 തന്നെയാണ്, 3.1 വരുന്നില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും ഇതിൽ പറയാനുള്ള കുറച്ച് ഫീച്ചേഴ്സുകൾ. ഞാൻ ബാറ്ററി സൈഡ് നോക്കുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിന്റെ വയേർഡ് ചാർജ് ഇത് സപ്പോർട്ട് ചെയ്യും. അതെന്തായാലും വലിയ കാര്യം, കാരണം നിലവിൽ F സീരീസ് ആണ് ഫസ്റ്റ് സെഗ്മെന്റിൽ 45 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ. ബാക്കിയൊക്കെ 25 വാട്ടാണ്. സത്യം പറഞ്ഞാൽ 45 വാട്ടൊക്കെ കഴിഞ്ഞു, പക്ക ഔട്ട്ഡേറ്റഡ് ആണ് 45 വാട്ട്. മാതിരി ഇനിയിപ്പോൾ 1 ലക്ഷം രൂപയുടെ 1.5 ലക്ഷം രൂപയുടെ ഫോണിലും എന്തിനാണ് ഈ 45 വാട്ട് വാങ്ങിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ 100 120 150 വാട്ടൊക്കെ ഫാസ്റ്റ് ചാർജിങ് വരുമ്പോഴത്തേന് 45 വാട്ട് കൊടുത്തോ കുഴപ്പമില്ല, ഓക്കെ, ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇതൊരു ഫുൾ ചാർജ് ആവും. പക്ഷേ എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കണം. അപ്പൊ ഈ 27,000 രൂപ കൂടാതെ നിങ്ങൾ ഒരു 10,000-2,000 രൂപയും കൂടെ മുടക്കി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വാങ്ങിക്കുമ്പോൾ 8GB 128 ഓൾമോസ്റ്റ് 30,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. ഒരു 30,000 രൂപയ്ക്ക് ഞാൻ കൺഫേം ആയിട്ട് പറയും, ഈ ഫോൺ 30,000 രൂപയ്ക്ക് എടുക്കുന്നവന്മാര് മണ്ടന്മാരെന്ന് ഞാൻ പറയും. കാരണം ഈ ഒരു പെർഫോമൻസ് നോക്കിയാലും ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയാലും ഇതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഇപ്പൊ മോട്ടറോളയുടെ എഡ്ജ് 15 കിടപ്പുണ്ട്, പോക്കോ കിടപ്പുണ്ട്. പോക്കോ F6 വരുന്നത് സ്നാപ്ഡ്രാഗണിന്റെ 8s Gen 3 ആണ്. കിഡിലൻ സാധനമാണ് വരുന്നത്. റിയൽമി GT6 കിടപ്പുണ്ട്, ഇൻഫിനിക്സിന്റെ ഫോൺ കിടപ്പുണ്ട്. ആ ഒരു ഫോണൊക്കെ നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഐ എം എ സാംസങ് ഫാൻ, അതുകൊണ്ട് ഞാനൊരു സാംസങ് ഫോണേ എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുവാണെങ്കിൽ ഈ ഫോൺ പോയി എടുക്കുന്നവര് ഞാൻ പറയും മണ്ടന്മാര് തന്നെയാണ്. കാരണം ഇതിനകത്ത് 27,000 രൂപ ഇതൊരു പ്രീമിയം പ്രൈസിംഗ് ആയിട്ട് അവന്മാര് കരുതിയേക്കുന്നത്. ഇവര് പറയുന്നത് F സീരീസ് ഈസ് എ ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോൺ എന്ന് പറഞ്ഞിട്ട് അവന്മാര് 27,000 30,000 രൂപയ്ക്ക് 7 Gen 1 എക്സ്ട്രാ ചാർജർ വാങ്ങിക്കുന്നതും 45 വാട്ടിന്റെ സപ്പോർട്ട്, പിന്നെ അതുപോലെ തന്നെ എല്ലാം പ്രൈസ് കട്ടിങ്ങിന് വേണ്ടി അവന്മാർ കുറച്ചിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ്, 5.4 ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ ഏതാന്ന് പറഞ്ഞിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ഈ ഫോൺ അത്ര വാല്യൂ ഫോർ മണി ഒന്നും അല്ല. പിന്നെ ഈ ഫോൺ എടുത്തേ പറ്റൂ, എനിക്കൊരു സാംസങ് ഫോൺ തന്നെ വേണം എങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് അല്ല നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്കൊരു നല്ലൊരു മൾട്ടിമീഡിയ കൺസെപ്ഷനും അത്യാവശ്യം നല്ലൊരു ഗുഡ് ക്വാളിറ്റി ക്യാമറയും പിന്നെ സാംസങ്ങിന്റെ ഒരു വീഗൻ ലെതർ ഡിസൈനും കൂടെ ഉണ്ടെങ്കിൽ ഈ 30,000 രൂപ മുടക്കി നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം. 45 വാട്ട് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പൊ ടോട്ടല് 30,000 രൂപ. അല്ലാതെ ഒരു ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗായ്സ് നിങ്ങൾ ഈ പ്രൈസ് കൊടുത്ത് ഈ ഫോൺ എടുക്കല് പ്ലീസ്. ഇവന്മാര് വെറുതെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഓരോ F സീരീസ് ഫോണുകൾ ഇറക്കുവാണ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. ഈ സാംസങ് ഊള ഫോണുകൾ ഇറക്കുന്നുണ്ട്. ഗായ്സ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളാണ് കാശ് മുടക്കുന്നത്. അല്ലാതെ അവന്മാർ ഇറക്കുന്ന ഫോൺ വാങ്ങിച്ച് കൂട്ടാനല്ല നമ്മൾ ഉണ്ടാക്കുന്ന കാശിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഫോൺ വാങ്ങിക്കാൻ നോക്കണം. നിങ്ങൾ ബ്രാൻഡ് നോക്കി എടുക്കല്. ഇത് എല്ലാത്തിലും ശരിയാണ്. 1UI 6 ഒക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷെ നമ്മൾ ആ ഒരു പ്രൈസും കൂടെ കൺസിഡർ ചെയ്യണം. കാരണം ഈ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ
ഒരുപാട് ഫോണുകൾ വരുന്നുണ്ട്. ഒരു അണ്ടർ 30K കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ള ഫോണിന്റെ കുറിച്ചൊരു കാര്യങ്ങളും ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് തല വെക്കല്ലേ ഗൈസ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഫോൺ. 25, 24 കൊടുക്കുവാണെങ്കിൽ ഓക്കെ, സാംസങ്ങിന്റെ ബഡ്ജറ്റ് കാറ്റഗറി F സീരീസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് അവന്മാര് ഒരു കുന്നാച്ചനും പ്രൈസും കൊണ്ടിട്ടാണ് വരുന്നത്. 27,000 രൂപ, പിന്നെ 2,000 രൂപ എക്സ്ട്രാ കൊടുത്ത് ചാർജർ വാങ്ങിക്കണം. ഓവറോൾ എനിക്ക് ഒരു പാക്കേജ് ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്ന് ചിന്തിച്ചാൽ കിട്ടും ഗൈസ്, ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും ഈ ഫോൺ എടുക്കണോ വേണ്ടേ. നമ്മളെയൊക്കെ പറ്റിക്കുവാണ് ഈ സാംസങ് പോലുള്ള കമ്പനികൾ. അവന്മാർ ഈ ഒരു ഫോൺ M സീരീസ് F സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഓറിയന്റഡ് ഫോണും ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് പൈസ ഹൈക്കും ചെയ്തിട്ട് ഏതെങ്കിലും ഊള പ്രോസസ്സറും കൊണ്ട് കയറ്റി വെക്കുക. എന്തായാലും എക്സിനോസ് വെച്ചിട്ടില്ല, അത് തന്നെ വലിയ കാര്യം. അല്ലായിരുന്നെങ്കിൽ എല്ലാം കൂടെ ഒക്കെ പണി വാളിയാണ്. ടേപ്പൂട്ടിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഈ ഫോൺ. ഇതിലേക്കാണ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.